നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഴ്ചയിൽ 3 ദിവസം അവധി, എന്നാൽ ജോലി സമയം ഏറും. രാജ്യത്തെ തൊഴിലാളികൾക്ക് മുന്നിൽ വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ജോലി സമയത്തിൽ വലിയ പരിഷ്കാരം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വരും ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് സമൂഹ മാധ്യമമായ വാട്സാപ്പിൽ കാർഡ് സഹിതം പ്രചരിപ്പിക്കുന്ന ഒരു സന്ദേശം പുറത്തുവരുന്നു. ഈ വിവരങ്ങൾ സത്യമാണോ എന്ന് പരിശോധിക്കുമ്പോൾ അത് പച്ചക്കള്ളമാണ് എന്നാണ് തെളിയുന്നത്. രാജ്യത്ത് പല മേഖലകളിലും കമ്പനികൾ ആഴ്ചയിൽ 2 ദിവസത്തെ അവധി, അതായത് വീക്ക്ലി ഓഫ്, ശനി ഞായർ ദിവസങ്ങളിലെ അവധി ജീവനക്കാർക്ക് നൽകുന്നുണ്ട്. എന്നാൽ 2 ദിവസത്തെ വീക്ക്ലി ഓഫിന്റെ കാലം കഴിഞ്ഞു. ഇനി ആഴ്ചയിൽ 3 അവധി ദിനങ്ങൾ വരുമെന്നാണ് തലക്കെട്ടോടു കൂടിയ കാർഡാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ചിത്രവും വൈറൽ സന്ദേശത്തിൽ കാണാം. 2024 ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന അടുത്ത ബഡ്ജറ്റിൽ വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ജോലി സമയവും അവധികളും എല്ലാം മാറും. ജൂലൈ 11 മുതൽ കമ്പനികൾക്ക് പ്രതിദിനം 12 മണിക്കൂർ വരെ തൊഴിലാളികളുടെ ജോലി സമയം ഏർപ്പെടുത്താം. ജീവനക്കാർ 10 മുതൽ 12 മണിക്കൂർ സമയം 4 ദിവസം ജോലി ചെയ്യാൻ ആഴ്ചയിൽ 3 ദിവസം അവധി നൽകാൻ കമ്പനികൾ തയ്യാറാകും. തൊഴിലാളികളുടെ PF തുക വർദ്ധിപ്പിക്കും. പുതിയ തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ മോദി സർക്കാർ ഒരുങ്ങുകയാണ് എന്നുള്ള വിവരങ്ങളോടുകൂടിയാണ് സന്ദേശം പ്രചരിക്കുന്നത്. #അഹമ്മദാബാദ് ലൈവ് എന്ന ഹാഷ്ടാഗും ഇതിനോടൊപ്പം തന്നെ കാണാം. എന്നാൽ വസ്തുത ഇതല്ല. രാജ്യത്തെ തൊഴിൽ മേഖലയിൽ വലിയ പരിഷ്കാരം വരുത്താനുള്ള ഈ പ്രചാരണം കേന്ദ്ര സർക്കാർ നിഷേധിക്കുകയാണ്. തൊഴിലാളികൾക്ക് ആഴ്ചയിലെ 3 ദിവസത്തെ അവധി നയം പ്രഖ്യാപിക്കുമെന്ന പേരിൽ കേന്ദ്ര ധനമന്ത്രിയുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലെ തകൃതിയായി നടക്കുന്ന പ്രചാരണം തെറ്റാണ് എന്ന പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം തന്നെ പറയുന്നതാണ്. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുള്ള കാർഡുകളും അതുപോലെ തന്നെ സന്ദേശങ്ങളും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയാണ്. അതിന് മുഖവിലയ്ക്ക് എടുക്കാതിരിക്കുക എന്നാണ് ഇപ്പോൾ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ സന്ദേശത്തിലൂടെ പറയുന്നത്. കേന്ദ്രമന്ത്രിയുടെ അടക്കം ഫോട്ടോ വെച്ചാണ് ഇത്തരത്തിലുള്ള പ്രചാരണം. പലരും ഒരുപക്ഷെ അത് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള തന്നെയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ, ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത്തരം തീരുമാനത്തിലേക്ക് രാജ്യം കടക്കുന്നുവോ എന്നടക്കം നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന പിന്നീട് ബോധ്യപ്പെടുകയാണ്. എന്തായാലും ഇത്തരം തെറ്റായ സന്ദേശങ്ങളിൽ വീഴാതിരിക്കുക, അത് മറ്റുള്ളവർക്കായി ഫോർവേഡും കൂടി ചെയ്യാതിരിക്കുക.